നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കടുത്ത ആത്മവിമർശനവും വിലയിരുത്തലുകളുമായി CPM. ഭരണവിരുദ്ധ വികാരമില്ലെന്ന മുൻ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി 10 വർഷത്തെ തുടർച്ചയായി ഭരണം ജനങ്ങളെ പാർട്ടിക്ക് എതിരാക്കിയെന്നും ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച അന്തിമ റിപ്പോർട്ട്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏതെങ്കിലും വ്യക്തികളുടെ തലയിൽ കെട്ടിവെക്കാതെ കൂട്ടായ വീഴ്ചയാണെന്ന് സമ്മതിക്കുന്ന റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ താഴെത്തട്ടിലുള്ള ഘടകങ്ങളിൽ ഒരു റൗണ്ട് കൂടി ചർച്ച ചെയ്ത ശേഷം 3 മാസത്തിനകം പ്രായോഗിക തിരുത്തൽ നടപടികളിലേക്ക് കടക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 10 കൊല്ലത്തെ ഭരണം മൂലം സംഘടനാ രംഗത്ത് വലിയ രീതിയിലുള്ള മുരടിപ്പ് സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ച സംഘടനയുടെ വീഴ്ചയുടെ മുഖ്യ കാരണവും ഇതാണ്. ഭരണത്തിൽ ചില തെറ്റായ പ്രവണതകൾ ഉണ്ടാവുകയും സർക്കാരിന്റെ ചില ഭരണപരമായ നടപടികളോട് ജനങ്ങൾക്കിടയിൽ കടുത്ത എതിർപ്പ് രൂപപ്പെടുകയും ചെയ്തു. ഇത് ജനങ്ങൾ ഇടതുമുന്നണിക്കെതിരായി വോട്ട് ചെയ്യാൻ കാരണമായി മാറിയെന്നും പാർട്ടി വിലയിരുത്തുന്നു. ജാതി സമവാക്യങ്ങളിലെ പാളിച്ചകളും തെരഞ്ഞെടുപ്പ് സമയത്തെ വോട്ടർ പട്ടിക പുതുക്കലുമെല്ലാം പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കി. മുൻപ് 2016-ലും 2021-ലും ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന ക്രിസ്ത്യൻ, മുസ്ലിം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അധിക വോട്ടുകൾ ഇത്തവണ പൂർണ്ണമായും നഷ്ടപ്പെടുകയും അവർ മുന്നണിയിൽ നിന്ന് അകലുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകളും വിചാരിച്ചതുപോലെ അനുകൂലമായി വന്നില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില വിദ്വേഷ പ്രസ്താവനകളെ പാർട്ടി കൃത്യസമയത്ത് തള്ളിപ്പറയാതിരുന്നത് വലിയ തെറ്റായിപ്പോയെന്നും അത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ആ സംഗമത്തിന്റെ ശോഭ കെടുത്തിയെന്നും റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പിഴവ് സംഭവിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് പാർട്ടിയിൽ യാതൊരുവിധ ഭിന്നതകളുമില്ലാതെ തികച്ചും ഏകകണ്ഠമായിരുന്നുവെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾക്ക് ശേഷം തയ്യാറാക്കുന്ന ഈ അന്തിമ റിപ്പോർട്ട് ഈ മാസം തന്നെ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ വിശദമായി അവതരിപ്പിക്കും. എന്നാൽ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ കാര്യം പിണറായി വിജയനെതിരായ ജനവിരുദ്ധ വികാരത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശവും ഇല്ല എന്നുള്ളതുകൂടിയാണ്. എന്തായാലും LDF യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടും.